പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്നീ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുതിയ പ്രഭാതം, ശാന്തസുന്ദരമായ ഒരു പുതിയ പുലരി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരു പുതിയ ആരംഭം കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പുതിയ ദിവസത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി ദൈവം നമുക്ക് തന്ന എല്ലാ നന്മകളും കൃപകളും യോഗ്യരാക്കി അർഹരാക്കി തീർത്ത് ദൈവസന്നിധിയിൽ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നീ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി വചനധ്യാനത്തിലേക്ക് നമുക്ക് തിരിയുവാൻ തക്കവണ്ണം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 9. ഞാൻ തിന്ന് തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. Lest I be full and deny thee and say, Who is the Lord? Or lest I be poor and steal and take the name of my God in vain. ഒരു തരത്തിൽ പറഞ്ഞ വിരോധാഭാസമായി തോന്നാം. ഒരു ഭക്തന്റെ പ്രാർത്ഥനയായത്. ശലോമോനാണ് സദൃശവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇത് ലെമുവേൽ എന്നതിന്റെ ഫ്രണ്ടിൽ കാണാം. 30-ാം തീയതി തുടക്കത്തിൽ വന എക്കോയുടെ മകനായ അശൂരിന്റെ വചനങ്ങൾ ഒരു അരുളപ്പാടെന്ന് കാണാം. അഗൂരിന്റെ പരലങ്ങൾ. ഒരു പുരുഷന്റെ വാക്കാവിത്, ദൈവമേ ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഇത് ശലോമോന്റെ ആയിട്ടാണ് കോർഡിനേറ്റ് കമ്പയർ ചെയ്യപ്പെടുന്ന ശലോമോന്റെ വാക്കുകളായിട്ട്. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ. ശലോമോൻ പറയുന്ന രണ്ട് വാചകങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാൻ ഇടവരരുത്. ഇതൊരു തൃപ്തനായി തീർന്ന ദൈവത്തോട് നന്ദി പറയല്ലേ ചെയ്യുന്നത്? അല്ല. ചില സമയത്ത് വരുന്ന ഒരു കണക്കിന് പറഞ്ഞാൽ ശലോമോന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. വേണ്ടിയതെല്ലാം ദൈവം കൊടുത്തു, വേണ്ടുന്നതെല്ലാം കൊടുത്തു, ചോദിച്ചതും അത് നിനക്കുന്നതിലപ്പുറമായി ദൈവം കൊടുത്തു. പക്ഷേ പുസ്തകം എഴുതിയിരിക്കുന്നു, ജീവിതത്തിന്റെ അവസാനത്തിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ പേരില്ലാതെ പോയി. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ പട്ടികയിൽ, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശലോമോൻ ഇല്ല. ശലോമോന്റെ പേരവിടെ ഇല്ല. കാര്യം ദൈവം കൊടുത്ത ജ്ഞാനം പ്രയോജനത്തിൽ വന്നില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിഷേധിപ്പാൻ സംഗതി വരരുത്. ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. മറ്റൊരുത്തനെ ദുഷിപ്പാൻ സംഗതി വരരുത്. ഇതൊരു നല്ല പ്രാർത്ഥനയായിട്ട് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. നമുക്ക് നിത്യവൃത്തി തന്ന് നമ്മളെ നടത്തണമേ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹാസമ്പന്നനായി ധനികനായി എനിക്ക് തീരണ്ട എന്നർത്ഥം. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ധനികനാകാൻ നീ ബന്ധപ്പെടരുത്. ധനികനാകാൻ നോക്കിയാൽ അതിനോടുകൂടി വിഷമതകള്, പ്രതിസന്ധികള്, വേദനകളും കൂടി ഉണ്ട്. കഴുകൻ ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ നിന്റെ സമ്പത്ത് തീർന്നു പോകും, അതില്ലാതായി പോകും. ദരിദ്രനായിട്ടാണോ ഇരിക്കുന്നത്? ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തില് ഹന്ന പറയുന്നുണ്ട്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവവും കൂടിയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞ ഇത് നല്ലൊരു വാചകമാണ്. ഈ വചനത്തിനകത്ത് ഒരർത്ഥ സമാപ്തിയുണ്ട്. അർത്ഥത്തിന്റെ പരിസമാപ്തി വാചകത്തിനകത്ത്, ഈ വചനത്തിനകത്തുണ്ട്. ഞാൻ സമ്പന്നനായി തീർന്നിട്ട്, ആ ഭാഷ ഞാൻ തൃപ്തനായി തീർന്നിട്ട്, എല്ലാം വേണ്ടുവോളം ഉണ്ടായിട്ട്. അത് യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഒരുവനെ കുറിച്ച് പറയുന്നുണ്ട്. പാണ്ഡികശാലകൾ നിറഞ്ഞു, വീണ്ടും കൃഷി ചെയ്തു, വീണ്ടും വെയർഹൗസ് വലുതാക്കി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, വീണ്ടും നിറച്ചു വെച്ചിട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് നിന്റെ ആത്മാവിനെ അങ്ങ് എടുത്താ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ശേഖരിച്ചു വെച്ചത് ആർക്കാകും? അതാ മാനുഷിക ജീവിതം ക്ഷണഭംഗരമാ, ക്ഷണികമാകൊണ്ട് കുഞ്ഞെ, ക്ഷണികമാണ്. ഇന്ന് ജീവിതത്തിനകത്ത് തിന്ന് തൃപ്തനായി തീർന്നിട്ട്, എല്ലാം നിറഞ്ഞിട്ട് തിന്ന് തൃപ്തനായി തീർന്നിട്ട്
യഹോവ ആരെന്ന് നിഷേധിപ്പാൻ സംഗതി വരരുത്. യഹോവയെ നിഷേധിപ്പാൻ സംഗതി വരരുത്. 2, ദരിദ്രനായി തീർന്നിട്ട്, ഒന്നുമില്ലാത്തവനായി തീർന്നിട്ട്, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാൻ, ദുഷിപ്പിക്കാൻ സംഗതി വരരുത്. ഇത് രണ്ടുമില്ലാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്നൊരു സന്ദേശം കേട്ടപ്പോ ഒരപ്പൻ ഒരു മകനോട് ചോദിച്ചു, വിദേശയാത്ര പോവുക, എന്താ നിനക്ക് വേണ്ടിയത്? കുഞ്ഞു പറഞ്ഞൊന്നും വേണ്ട. വീണ്ടും അപ്പൻ മകനോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ മേടിച്ചോണ്ട് വരാം. നിനക്ക് എന്ത് ചോദിച്ചാലും ഞാൻ മേടിച്ചോണ്ട് വരാം, കാരണം നീ എന്റെ ഒറ്റമോനല്ലേ. കുഞ്ഞു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അവൻ കൊച്ചു പയ്യനല്ല, 10, 15, 16 വയസ്സുള്ള ചെറുക്കനാ. അവൻ എനിക്കൊന്നും വേണ്ട. വീണ്ടും അപ്പൻ ചോദിച്ചു, എടാ മോനെ, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ഞാൻ വേണ്ടിയത് മേടിച്ചോണ്ട് വരാന്നേ. അപ്പൻ പറഞ്ഞു, കൊച്ചു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അപ്പോ അപ്പനൊരു ടെക്നിക് ചെയ്തു. അമ്മയോട് പറഞ്ഞു, കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, എടി നീ ചോദിക്കേ, അവൻ എന്താന്ന് വെച്ചാൽ ഞാൻ മേടിച്ചോണ്ട് വരാം. അവനോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് സൈക്കിൾ വേണം, നിനക്ക് ബൈക്ക് വേണം, നിനക്ക് എന്താ വേണ്ടേ? വേണ്ടി ഞാൻ മേടിച്ചോണ്ട് വരാം, ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിത്തരാം, നിനക്ക് എന്താ വേണ്ടേ? കൊച്ചൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അവസാനം കൊച്ചിന് ഒരു വാക്ക് പറഞ്ഞു, അപ്പൻ ഇഷ്ടമുള്ളത് മേടിച്ചു. അപ്പൻ എന്താ ഇഷ്ടം, ഡാഡിക്ക് എന്താ ഇഷ്ടം, അതെനിക്ക് മേടിച്ചു തന്നേക്ക്. അപ്പൊ അമ്മ രഹസ്യത്തിൽ ചോദിച്ചു, അതെന്താ കുഞ്ഞ് നീ അങ്ങനെ പറഞ്ഞേ? അപ്പൊ അമ്മയോട് കുഞ്ഞു പറഞ്ഞു, അതേ, ഞാൻ പറഞ്ഞ എന്റെ റേഞ്ചിൽ 1, 2 കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് അപ്പം പറഞ്ഞ അപ്പന്റെ റേഞ്ചിൽ അപ്പൻ ആഗ്രഹിക്കുന്ന സാധനം, അത് നമുക്ക് ലിമിറ്റ് ഒന്നുമില്ല. അപ്പന് ലിമിറ്റ് ഇല്ലാതെ അപ്പം മേടിച്ചുകൊണ്ട് വരുന്ന ആളാ. സത്യത്തിൽ ഇതാ ഇവിടുത്തെ വാചകം. അതാ, ദൈവത്തിനറിയാം എന്താ വേണ്ടതെന്ന്. നീ ഇരുന്ന് ചോദിക്കേണ്ട, ഒരുപാട് ഭോഗങ്ങൾ ചെലവഴിക്കാൻ വല്ലാതെ ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടിയത് ദൈവത്തിനറിയാം. നിന്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്രയാണ് വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി കർത്താവിനോട് അറിയിക്കുക. കുഞ്ഞെ, കർത്താവിന് അറിയാം നിനക്ക് എത്രയാണ് വേണ്ടതെന്ന്. വാട്ട് യു നീഡ്, വെൻ യു നീഡ്, ആൻഡ് ഹൗ മച്ച് യു നീഡ്. നിനക്ക് എന്താ വേണ്ടതെന്ന്, എപ്പോഴാണ് വേണ്ടതെന്ന്, അത് എത്ര മാത്രമാവും, എത്രയാണ് നിനക്ക് വേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കാ, He knows what you need, and when you need, how much you need. എത്ര വേണമെന്ന്, എപ്പോ വേണമെന്ന്, എങ്ങനെ വേണമെന്ന് ഗുരുനാഥന്, ദൈവത്തിന് അറിയാം. ഹി നോസ്, കർത്താവിന് അറിയാം. ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ച വാക്കാ. കുഞ്ഞേ, പ്രഭാതത്തിൽ ദൈവത്തിന് അറിയാം എത്ര വേണമെന്ന്. അതുകൊണ്ട് ഈ വാക്ക് അന്വർത്ഥമായി, ഈ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഞാൻ തിന്ന് തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിപ്പാനും സംഗതി വരരുതേ. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ നാഥനെ. ആ വാക്കുകളിൽ ഓർക്കുന്നു, ഹി നോസ് വാട്ട് യു നീഡ്, വെൻ യു നീഡ്, ആൻഡ് ഹൗ മച്ച് യു നീഡ്. എന്താ വേണ്ടത്, എപ്പോഴാ വേണ്ടത്, അത് എത്രമാത്രമാണ് വേണ്ടതെന്ന് അറിയാവുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനത്തിനുപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയുന്ന ദൈവം, ആ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഇത് നൽകി തരുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന ഇടിക്കാൻ സ്തോത്രം. എല്ലാ മാനബോധത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടി നമ്മളെ മറക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.